ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ഈശ്വരനാത്മാവിൽ വാസമായാൽ അന്ധതയാകെയില്ലാതെയാകും. ബന്ധുവാവീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ബന്ധുവാമീശ്വരൻ അന്തരംഗേ വാസം ചെയ്തിടുവാൻ പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആത്മാവിന്റെ സുഖം നൽകിടുവാൻ ആത്മനാഥനല്ലാതാരുമില്ല. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. ആർത്തിയോടെ വരും പ്രാർത്ഥിക്കുമ്പോൾ ആത്മനാഥനുള്ളിൽ വാസമാകും. മാറാത്ത ബാധകൾ മാറിപ്പോകൂ, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. മാറാത്ത ബാധകൾ മാറിപ്പോകും, തീരാത്ത ദോഷങ്ങൾ തീർന്നു പോകും. സർവേശ്വരാ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. സർവേശ്വരാ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. സർവദോഷങ്ങളും തീർത്തു രക്ഷിക്കണേ. സർവദോഷങ്ങളും തീർത്തു രക്ഷിക്കണേ. അഖിലലോകേശ്വരൻ, അഖണ്ഡ ജ്യോതിസ്വരൂപമാകുന്ന അഖിലലോകേശ്വരൻ പ്രത്യക്ഷമായി നിന്ന് നടത്തിത്തന്ന ഉന്നതമായ ജന്മനക്ഷത്ര മഹോത്സവങ്ങൾക്ക് ശേഷം നടക്കുന്ന ആരാധനയാണ്. ഇതുപോലെയുള്ള വിശേഷാൽ കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക, അനുഭവിക്കുക, നന്ദിപ്പെടുക. ഇത് നമ്മുടെ നിയമമാണ്. അപ്രകാരം ഇന്ന് നന്ദിയായി നമ്മുടെ ഈ പ്രാർത്ഥന നടക്കേണ്ടുന്ന ദിനമാണ്. എന്നാൽ ഈ ആഹ്ലാദ തിമിർപ്പിൽ കഴിഞ്ഞ ദിവസം നമുക്ക് വളരെയേറെ ദുഃഖമുണ്ടാകുന്ന വാർത്തകളാണ് ലോകത്തിൽ നിന്നും ശ്രവിക്കുവാനിടയായത്. നമുക്ക് ആഹ്ലാദം വേണ്ടെന്നോ ആഹ്ലാദം മുഴുവൻ എടുത്തു കളയണമെന്നോ ഒന്നുമല്ല. പക്ഷേ ഈ ആഹ്ലാദ തിമിർപ്പെന്ന് പറയുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ആനന്ദമാണ്. ആനന്ദം അഖിലേശൻ്റെ കാരുണ്യമാണ്. ആ കാരുണ്യമെന്ന് പറയുന്നത് തൻ്റെ ദർശനമാണ്. ആ ദർശനം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തുടികൊട്ടി നിലകൊള്ളുമ്പോൾ
ഒരു പ്രകാശമായി നിലകൊള്ളുമ്പോൾ ഈ സമയത്ത് ആ പ്രകാശത്തെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കുവാൻ വളരെ എളുപ്പമാണ്. നമുക്ക് കിട്ടിയ ഈ ആനന്ദം, ഈ അനുഭവ സുഖം നമ്മുടെ സന്താനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. സർവശക്തി ഈ യുദ്ധമെല്ലാം അവസാനിച്ച് ശാന്തിയും സമാധാനവും നിലനിൽക്കുമാറാകട്ടെ. എത്രയോ കണ്ണീരോടെയാണ് ഓരോരുത്തരും ഓരോ ഭാഗത്തു നിന്നും വിളിക്കുന്നതും. ഇപ്പോൾ നേരിട്ട് വന്ന് മാതാപിതാക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, അവിടെയൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും രാത്രി മുതലേ വിളിച്ചു തുടങ്ങി. പലരും ഇതിനെല്ലാം ഒറ്റ വഴിയേ ഉള്ളൂ, ഈശ്വരൻ്റെ കാരുണ്യം ഉണ്ടാകുക. ഈ ദുഷ്ടബുദ്ധികളെ എല്ലാം മാറ്റി, ഈ അബദ്ധ ചിന്താഗതികൾ, ദുർബുദ്ധികളെല്ലാം മാറ്റി, ഉന്നതമാകുന്ന ആ അറിവ്, ഒരു ബോധം ഇവരുടെ ഉള്ളിലേക്ക് ഈശ്വരൻ പ്രകാശിപ്പിച്ചാൽ ഇവർക്ക് ഈ പരസ്പരമുള്ള ആ ശത്രുതാ മനോഭാവം മാറി ശാന്തമാകും, സമാധാനമാകും. അങ്ങനെ യുദ്ധങ്ങൾ അവസാനിക്കും. അങ്ങനെ അവസാനിക്കുവാൻ ഈശ്വരൻ്റെ ദർശനമുണ്ടാകട്ടെ. ശുഭാനന്ദ തപോശക്തി ആ നേതൃഭാവത്തിൽ നിൽക്കുന്ന ആളുകളിലേക്കൊക്കെ ഒന്ന് ദർശിച്ച് ഇതിനൊരു സമാധാനം ഉണ്ടാക്കുവാനാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഈ ആരാധന മാറ്റിവെക്കാം. ഉന്നതമായ സങ്കല്പങ്ങളോടെ, പ്രാർത്ഥനകളോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത് മാത്രമല്ല, ലോകത്തിൽ നമുക്ക് യുദ്ധങ്ങൾ ആവശ്യമില്ല. നമുക്ക് ഒറ്റ യുദ്ധമേ ഉള്ളൂ, മായയോടുള്ള യുദ്ധം. അത് നമുക്ക് അറിവ് കൊണ്ടാണ്, ക്ഷമയാകുന്ന ആയുധം കൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അജ്ഞാന സംഹാരം ചെയ്യുന്നത് ജ്ഞാനമാകുന്ന വാളുകൊണ്ടാണ്. ആ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് അജ്ഞാനങ്ങളെ ഒഴിവാക്കി വിജ്ഞാന സൂര്യൻ ഉദയമായി കണ്ടാൽ പിന്നെ അവിടെ ആനന്ദമാണ്. അതാണ് നമുക്കുള്ള യുദ്ധം. അല്ലാതെ പരസ്പരം കടിച്ചു കീറാനും മരണപ്പെടുത്തുവാനും അല്ല. അതുകൊണ്ട് അതെല്ലാം ഒഴിവായി ശാന്തിയോടും സമാധാനത്തോടും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സന്താനങ്ങൾ സന്തോഷമായി കഴിഞ്ഞുകൂടുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകണമേ എന്ന് ഈ ആരാധനയിൽ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. കരുണക്കാതലേ കാത്തുകൊള്ളണേ, കൈവിടാതെ രക്ഷിക്കുവാൻ പ്രാർത്ഥിച്ചിടുന്നേ. ദൈവത്തിൻ വാഴ്ച ചിന്തിച്ചാനന്ദമില്ല. മഹാമഹത്വങ്ങളാണ് ഓരോ കർമ്മങ്ങളിലൂടെയും നമ്മൾ അനുഭവിക്കുന്നത്. അത്ഭുതപുരുഷന്റെ മഹാമഹത്വങ്ങളാണ് ഓരോ കർമ്മങ്ങളിലൂടെയും നമ്മൾ അനുഭവിക്കുന്നത്. ആ അനുഭവ സുഖത്തെ വർണ്ണിക്കുന്തോറും ആ അനുഭവം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ അനുഭവ സുഖങ്ങളെ വർണ്ണിക്കുന്തോറും ആ അനുഭവം വർണ്ണിക്കുന്തോറും അന്തരംഗത്തിൽ ആനന്ദം നൽകും ശുഭാനന്ദ രൂപം. വർണ്ണിക്കുന്തോറും അന്തരംഗത്തിൽ ആനന്ദം നൽകും ശുഭാനന്ദ. അതാണ് ഭഗവത് വർണ്ണനയുടെ പ്രത്യേകത. അതാണ് ഭഗവത് വർണ്ണനയുടെ. ലോകത്തിലെ മറ്റെന്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാലും, അതിനൊരു തുടക്കവും ഒരു ഒടുക്കവും ഉണ്ടാകും. എന്നാൽ ഭഗവാനെ കുറിച്ച് വർണ്ണിച്ചാൽ അങ്ങനെ ഒരു വസ്തുവില്ല. കാരണം ആദ്യന്തവിഹീനമായ വസ്തുവാണ് ഭഗവത് രൂപം. അതിനെ വർണ്ണിക്കുവാൻ അതിനുള്ളിൽ കളിക്കുമ്പോഴുണ്ടാകുന്നോ
അനന്തൻ എന്നാണ്. അനന്തൻ എന്നതിന്റെ സങ്കല്പം 1000 നാവുള്ള അനന്തൻ എന്നാണ്. 1000 നാവുള്ള നാഗമാണ് അനന്തൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. 1000 നാവുള്ള നാഗമാണ് അനന്തൻ എന്ന നാമത്തിൽ അറിയപ്പെടുന്നത്. ആ 1000 നാവുള്ള അനന്തന് പോലും ഭഗവാനെ വർണ്ണിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ്. ആ 1000 നാവുള്ള അനന്തന് പോലും ഭഗവാനെ വർണ്ണിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഉപമയാണ്. ഒരു ഉപമയാണ്. കാരണം ആദ്യന്തവിഹീനമായി വസ്തുവിനെ വർണ്ണിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല. കാരണം ആദ്യന്തവിഹീനമായ വസ്തുവിനെ വർണ്ണിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ വർണ്ണനാതീതമായ സുഖം തരുന്ന ഭഗവാന്റെ രൂപത്തെ, അങ്ങനെ വർണ്ണനാതീതമായ സുഖം തരുന്ന ഭഗവാന്റെ തിരുരൂപം, ആ രൂപത്തിൽ നിന്നുണ്ടാകുന്ന അനുഭവത്തെ, ആ തിരുരൂപത്തിൽ നിന്നുണ്ടാകുന്ന അനുഭവത്തെ എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? എങ്ങനെ വർണ്ണിക്കാൻ? ലോകത്തിലെ ഒരു ഭാഷകൾ കൊണ്ടും അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. ലോകത്തിലെ ഒരു ഭാഷകൾ കൊണ്ടും അത് പൂർത്തീകരിക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ആരാധനയ്ക്ക് വന്ന ഒരു ഭക്തൻ, ഇന്ന് ആരാധനയ്ക്കായി വന്ന ഒരു ഭക്തൻ, ഇപ്പോ ഞാൻ നോക്കിയപ്പോ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നടന്ന് അപ്പുറത്തൂടെ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ അപ്പുറത്തൂടെ നടന്ന് ഇവിടെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, എന്താ ഭക്തൻ ഇങ്ങനെ അങ്ങനെ പോയത് എന്താ എന്ന് ആലോചിച്ചു. പെട്ടെന്ന് ആലോചിച്ചു, ആ ഭക്തൻ എന്താ അങ്ങനെ പോയത്? അദ്ദേഹത്തിന് മലയാളം മനസ്സിലാവുന്ന ആളല്ല. അദ്ദേഹത്തിന് മലയാളം മനസ്സിലാവുന്ന ആളല്ല. ചെന്നൈയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ചെറിയ വാക്കുകളൊക്കെ മനസ്സിലാവുന്നുള്ളതല്ലാതെ കാര്യമായിട്ട് മലയാളം മനസ്സിലാവുകയും, ചെറിയ വാക്കുകളൊക്കെ മനസ്സിലാവുന്നുള്ളതല്ല കാര്യമായിട്ട് മലയാളം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പോയത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എങ്കിലും ആ ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. അതുകൊണ്ട് വന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. എങ്കിലും ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടാവും. അതുകൊണ്ട് ശബ്ദം പുറപ്പെടുവിക്കുന്ന വ്യക്തിയോടെ വന്നിരിപ്പുണ്ട്. എന്നെ കാണത്തക്കോളം വന്ന് നിന്നു. കാണത്തക്കോലം വന്നു. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത്, പെട്ടെന്ന് ഓർത്തത്, അറിയില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരാളിനും ഒന്നും ബോധ്യപ്പെടുവാൻ സാധ്യമല്ല. അറിയില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഒരാളിനൊന്നും ബോധ്യപ്പെടുവാൻ സാധ്യമല്ല. ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നുള്ള അനുഭവത്തെ കുറിച്ച്, ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നുള്ള അനുഭവത്തെ കുറിച്ച് അതും അറിയണമെങ്കിലും തെളിയണമെങ്കിലും, അത് അറിയണമെങ്കിലും തെളിയണമെങ്കിലും, അതിനെ വർണ്ണിക്കണമെങ്കിലും അതിനുള്ള ഒരു അവസരം, ഒരു പ്രകാശം ആത്മാവിൽ തന്നെ ഉണ്ടായെങ്കിലേ കഴിയുള്ളൂ. അതിനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു പ്രകാശം ആത്മാവിൽ തന്നെ ഉണ്ടായെങ്കിലേ. അതാണ് നിരന്തരമായി നിയമജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ടത്. അതാണ് നിരന്തരമായി നിയമജീവിതത്തിലൂടെ നേടിയെടുക്കേണ്ടത്. നിയമത്തിൽ കൂടി ഒരു പ്രകാശം നമ്മുടെ ആത്മാവിൽ തട്ടിക്കഴിഞ്ഞാൽ, നിയമത്തിലൂടെ ഒരു പ്രകാശം നമ്മുടെ ആത്മാവിൽ തട്ടിക്കഴിഞ്ഞാൽ, ആ തിളക്കത്തിൽ നിന്നാണ് നമ്മൾ ഈ കർമ്മങ്ങളെയും ഇതിന്റെ അനുഭവങ്ങളെയും പൂർണ്ണമായി ബോധ്യമാകുന്നത്. ആ തിളക്കത്തിൽ നിന്നാണ് ഈ കർമ്മങ്ങളെ അതിന്റെ അനുഭവങ്ങളെ പൂർണ്ണമായി ബോധ്യമാകുന്നത്. ചെവിക്ക് കേൾവിയില്ലാത്ത ഒരു ആളിനോട്, ചെവിക്ക് കേൾവിയില്ലാത്ത ഒരാളിനോട് നമ്മൾ എന്തെല്ലാം രീതിയിൽ സംഗീതത്തെ കുറിച്ച് അതിന്റെ വിശദമായ രാഗവിസ്താരങ്ങളൊക്കെ നടത്തി ഒരു പാട്ട് പാടി കേൾപ്പിച്ചെന്നിരിക്കട്ടെ. സംഗീതത്തെ കുറിച്ച് ഒരു രാഗവിസ്താരമൊക്കെ നടത്തി ഒരു പാട്ട് പാടി കേൾപ്പിച്ചെന്നിരിക്കട്ടെ. കേൾപ്പിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇത് പാടി എന്നിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ മുന്നിൽ ഇത് പാടി എന്നിരിക്കട്ടെ. അദ്ദേഹം എന്ത് വിചാരിക്കും? അത് നമ്മൾ തലവിളിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കും. നമ്മൾ തലവിളിക്കുമ്പോൾ അദ്ദേഹം ഒന്നും മനസ്സിലാവുകയില്ല. എന്തുകൊണ്ട്? നമ്മൾ വളരെയേറെ വർഷമെടുത്ത് പരിശീലിച്ച രാഗങ്ങളെയാണ് വിസ്തരിക്കുന്നത്. വളരെയേറെ വർഷമെടുത്ത് പരിശീലിച്ച രാഗങ്ങളെയാണ് വിസ്തരിക്കുന്നത്. അതിലാണ് നമ്മളിങ്ങനെ സ്വയം ആനന്ദിക്കുകയാണ്. നമ്മളിങ്ങനെ സ്വയം ആനന്ദിക്കുക. കേൾവിയുള്ളവരും ആനന്ദിക്കുകയാണ്. കേൾവി ഇല്ലാത്ത ആൾ അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കാനല്ലാതെ മറ്റൊന്നും കഴിയും. കേൾവിയില്ലാത്ത ആൾ ഇങ്ങനെ നോക്കിയിരിക്കാനല്ലാതെ മറ്റൊന്നും കഴിയുക. എന്തുകൊണ്ട്? അതിന്റെ ശബ്ദമാധുര്യത്തെയോ അതിന്റെ വ്യത്യാസങ്ങളെയോ അതിന്റെ ആരോഹണ അവരോഹണങ്ങളെ പറ്റി ഒന്നും അദ്ദേഹത്തിന് തിരിയുന്നില്ല. അതിന്റെ ശബ്ദ വ്യത്യാസങ്ങളെ, അതിന്റെ മാധുര്യത്തെയോ അതിന്റെ ആരോഹണ അവരോഹണങ്ങളെ ഒന്നും അദ്ദേഹത്തിന് തിരിയുന്നില്ല. ഒരു വിധത്തിലും തിരിയുന്നില്ല. പിന്നെ എങ്ങനെ ആനന്ദം ഉണ്ടാകാനാണ്? പിന്നെ എങ്ങനെ അതിന് സന്തോഷം ഉണ്ടാകാനാണ്? സന്തോഷം ഉണ്ടാവുകയില്ല. അപ്പോ നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക് ഈ പ്രകാശം ഉണ്ടാകും. നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക് ഈ പ്രകാശം, ആ പ്രകാശത്തിൽ കൂടി ആത്മരൂപാന്തരം ഉണ്ടാകും. ആ പ്രകാശത്തിൽ കൂടി ആത്മരൂപാന്തരം, ആത്മരൂപാന്തരത്തിൽ കൂടി ആത്മനാഥനെ അകതാരിൽ കാണുവാൻ പറ്റും. ആത്മരൂപാന്തരത്തിൽ കൂടി ആത്മനാഥനെ അകതാരിൽ കാണുവാനും പറ്റും. അപ്പോഴാണ് വർണ്ണിക്കുന്തോറും അന്തരംഗത്തിൽ ആനന്ദം നൽകും ശുഭാനന്ദ രൂപം.
തെളിയാൻ ആത്മപ്രകാശത്തെ നൽകുന്ന രൂപം. ആത്മാവിന്റെ ആനന്ദം എന്നിൽ തെളിയാൻ ആത്മപ്രകാശത്തെ നൽകുന്ന രൂപം. ആത്മാവിന്റെ ആനന്ദം എന്നിൽ തെളിയാൻ ആത്മപ്രകാശത്തെ നൽകുന്ന രൂപം. ആലോകം ഈ ലോകം സൃഷ്ടിച്ച രൂപം, ഈ ലോകത്തിൽ വന്നു വാഴുന്ന രൂപം. ആലോകം ഈ ലോകം സൃഷ്ടിച്ച രൂപം, ഈ ലോകത്തിൽ വന്നു വാഴുന്ന രൂപം. ആലോകം ഈ ലോകം സൃഷ്ടിച്ച രൂപം, ഈ ലോകത്തിൽ വന്നു വാഴുന്ന രൂപം. ആലോകം ഈ ലോകം സൃഷ്ടിച്ച രൂപം, ഈ ലോകത്തിൽ വന്നു വാഴുന്ന രൂപം. സൃഷ്ടിയിൽ പൂർണ്ണനമർത്യന്റെ വേഷത്തിൽ കലിയുഗത്തിൽ കത്തിയായി വസിച്ചു. സൃഷ്ടിയിൽ പൂർണ്ണനമർത്യന്റെ വേഷത്തിൽ കലിയുഗത്തിൽ കത്തിയായി വസിച്ചു. സൃഷ്ടിയിൽ പൂർണ്ണനമർത്യന്റെ വേഷത്തിൽ കലിയുഗത്തിൽ കത്തിയായി വസിച്ചു. ആത്മാവിൽ തന്നെ ബോധ്യപ്പെടുത്തുവാനുള്ള ആത്മപ്രകാശം. ആത്മാവിൽ തന്നെ ബോധ്യപ്പെടുത്തുവാനുള്ള ആത്മപ്രകാശം. അതാണ് ആത്മജ്ഞാനത്തിലൂടെ ദാനം ചെയ്യുന്നത്. അതാണ് ആത്മജ്ഞാനത്തിലൂടെ ദാനം അത് ചെയ്യുന്നത്. ലഭിച്ചു കഴിയുമ്പോഴാണ് ഈ അന്തമില്ലാത്ത ആനന്ദം ഉണ്ടാകുന്നത്. അത് ലഭിച്ചു കഴിയുമ്പോഴാണ് അന്തമില്ലാത്ത ആനന്ദം. അത് വരാതെ, അത് ലഭിക്കാതെ ഇതൊന്നും എന്താണെന്ന് പോലും തിരിച്ചറിവുണ്ടാവുകയില്ല. ഇതൊന്നും എന്താണെന്ന് പോലും തിരിച്ചറിവുണ്ടാവുകയില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന പോലെ ഓരോന്നും വെച്ച് ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾ കളിപ്പാട്ടം വെച്ച് കളിക്കുന്നവർ ഓരോന്നും വെച്ച് ഉപയോഗിക്കുന്നത് എത്ര വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞാലും, എത്ര വിലപിടിപ്പുള്ളതാണെന്ന് പറഞ്ഞാൽ, പിഞ്ചു പൈതങ്ങളുടെ കയ്യിലോട്ട് ചില ഉപകരണങ്ങൾ കൊണ്ട് കൊടുത്താൽ, പിഞ്ചു പൈതങ്ങളുടെ കയ്യിലേക്ക് ചില ഉപകരണങ്ങൾ കൊണ്ട് കൊടുത്താൽ 1-2 പ്രാവശ്യം ഉരുട്ടും, പിന്നെ അത് അഴിച്ച് ഓരോന്ന് പാർട്സ് ആക്കി വെക്കും. 1-2 പ്രാവശ്യം ഉരുട്ടും, പിന്നെ അത് അഴിച്ച് പാർട്സ് ആയിട്ട് വെക്കും. 14,000 രൂപ കൊടുത്ത് മേടിച്ച ഒരു കാറായിരുന്നു. 14,000 രൂപ കൊടുത്ത് മേടിച്ച ഒരു കാർ 5 മിനിറ്റിനകം അഴിച്ചങ്ങ് വെച്ച്. 5 മിനിറ്റിനകം അഴിച്ചങ്ങ് വെച്ച്. എടാ, ഒരു വീലെന്ത് ചെയ്യും? അവനറിയത്തില്ല. വീലെന്തോന്നറിയോ കാർ എന്തോന്നറിയോ. അവനൊന്ന് ഉരുട്ടി അതെല്ലാം ലൈറ്റൊക്കെ കത്തുന്ന കണ്ട് മനോഹരം ഓരോന്നും കഴിച്ചു. അങ്ങനെ ഓരോന്നും കഴിച്ചു. ഇതിന്റെ വില വല്ലതും അവൻ അറിയുന്നുണ്ടോ? ഇത് എന്തുകൊണ്ട് അറിയാത്തത്? അതിനുള്ള അറിവില്ലാത്തതുകൊണ്ട്. അവനെ തല്ലിയത് കൊണ്ടോ എന്തെങ്കിലും വിഷമിപ്പിച്ചതുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? തല്ലിയതുകൊണ്ടോ അതിനെ വിഷമിപ്പിച്ചോണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ അറിവിലേക്ക് അവൻ എത്തിയിട്ടില്ല. ഇതുപോലെ ലോകത്തിൽ വലിയ ഉന്നതന്മാരെന്നും വലിയ ധനവാന്മാരെന്നും വലിയ കോടീശ്വരന്മാരെന്നും ഒക്കെ ധരിച്ച് അങ്ങനെ ജീവിക്കുന്ന പലർക്കും അറിവെന്ന അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിൽ വലിയ ഉന്നതന്മാരെന്നോ ധനവാന്മാരെന്നോ കോടീശ്വരന്മാരെന്നോ ഒക്കെ കരുതി ജീവിക്കുന്നവർക്ക് അറിവിന്റെ ആ ഉന്നതിയിലേക്ക്, ആത്മീയമായ പല കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അറിവില്ല. ആത്മീയമായ പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും യഥാർത്ഥമായ അറിവ് അത് ആത്മബോധമാണ്. യഥാർത്ഥമായ അറിവ് അത് ആത്മബോധം. ആത്മബോധത്തിൽ എത്താതെ നമ്മൾ എന്ത് പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു പ്രയോജനമില്ല. ആത്മബോധത്തിൽ എത്താതെ നമ്മൾ എന്ത് പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു പ്രയോജനം. ഇപ്പോൾ ദാനധർമ്മങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന കാലഘട്ടമാണ്. ഈ ആധ്യാത്മികമായ അറിവിൽ എത്താത്ത ഒരാൾ എത്ര ദാനം ചെയ്തു എന്ന് പറഞ്ഞാലും അതിന് പരിപൂർണമായ ഫലം ഉണ്ടാവുകയില്ല. ഈ ആധ്യാത്മികതയിൽ എത്താത്ത ഒരാൾ എത്ര ദാനം ചെയ്തെന്ന് പറഞ്ഞാലും അതിനൊരു പരിപൂർണത ഉണ്ടാവുകയില്ല. ഉണ്ടാകുന്ന ധനത്തിനനുസരിച്ച് വിനിമയം ചെയ്യണമെന്ന് ലോകത്തിൽ പല നിയമങ്ങളും കർശനമായി പറഞ്ഞിരിക്കുന്നതുകൊണ്ട്, ഉണ്ടാകുന്ന ധനത്തിനനുസരിച്ച് വിനിമയം ചെയ്യണമെന്ന് ലോകത്തിൽ പല കർശന നിയമങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇത്ര ശതമാനം പരസ്യത്തിന് വേണം, ഇത്ര ശതമാനം ദാനം ചെയ്യണം, ഇത്ര ശതമാനം ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം, ഇത്ര ശതമാനം ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ
പറഞ്ഞ് പല വ്യവസ്ഥകൾ ലോക നിയമപ്രകാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞ ചില വ്യവസ്ഥകൾ നിയമപ്രകാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പലരുടെയും ദാനധർമ്മമൊക്കെ നടക്കുന്നത്. അങ്ങനെയാണ് പലരുടെയും ദാനധർമ്മമൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ കണക്ക് പാസ്സായി കിട്ടുകയില്ല, ആഡിറ്റ് റെഡിയായി കിട്ടുകയില്ല. അല്ലെങ്കിൽ കണക്ക് പാസ്സായി കിട്ടുകയില്ല, ആഡിറ്റ് റെഡിയായി കിട്ടുകയില്ല. പലരുടെയും ദാനധർമ്മങ്ങളൊക്കെ ആ വിധത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലരുടെയും ദാനധർമ്മങ്ങളൊക്കെ ആധ്യാത്മികത തൊട്ടു തീണ്ടിയിട്ട് പോലും ആധ്യാത്മികത തൊട്ടുകൊണ്ടിട്ട് പിന്നെന്തായിരിക്കും ചെയ്യുന്നത്? പിന്നെ എന്തായിരിക്കും കൊടുത്തവരിൽ നിന്ന് വലുതും തിരിച്ചു പ്രതീക്ഷിക്കും. കൊടുത്തവരിൽ നിന്ന് വലുതും തിരിച്ചു പ്രതീക്ഷിക്കും. അവരാണെങ്കിൽ ഇതൊന്നും തിരിച്ചു കൊടുക്കുകയും തിരിച്ചു കൊടുക്കുകയും ഇതൊക്കെ കാര്യമെന്നും ഇതെല്ലാം അവരുടെ കടമയാണെന്നുള്ള ചിന്താഗതിയിലാണ് നടക്കുന്നത്. അതൊക്കെ അവരുടെ കടമയാണെന്നുള്ള ചിന്താഗതിയിലാണ് നടക്കുന്നത്. ആ വിധത്തിൽ അങ്ങനെ പോകുമ്പോ ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ആർക്കെങ്കിലും കൊടുത്താൽ അത് ആർക്ക് കൊടുത്തു എന്ന് പോലും ഓർമ്മയിൽ സൂക്ഷിക്കുകയില്ല. ആവശ്യമില്ലാത്തൊരു വിമർശനം വന്നാൽ അത് സ്വീകരിക്കുകയുമില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങ് പോരായ്മ വരുത്തി അങ്ങ് തകർത്ത് കളയാമെന്ന് വിചാരിച്ചൊരു കൂട്ടപാടുകൾ അങ്ങ് പരിശ്രമിച്ചാലും ഇവർ ഈ ദാനധർമ്മം നിർത്തുകയുമില്ല. അല്ലാതുള്ളവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കും, ഇനി മേലെ ആ ഭാഗത്തോട്ട് കൊടുത്തേക്കണ്ടെന്ന് ഓർഡർ ഉണ്ട്. അല്ലാതുള്ളവരാണ് എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ഇനി മേലെ ആ ഭാഗത്തേക്ക് കൊടുത്തേക്കണ്ട. അവരെല്ലാം കൂടെ വാങ്ങിച്ച ചെന്നെ ഇന്നേനുമൊക്കെ പറഞ്ഞു ഇനി ആ ഭാഗത്തേക്ക് കൊടുക്കണ്ട. അവരെല്ലാം വാങ്ങിച്ചിട്ട് എന്നെ ഇന്നേനൊക്കെ പറഞ്ഞു ഇനി ആ ഭാഗത്തേക്ക് കൊടുക്കണ്ട. എന്നാൽ ഈ ആത്മബോധത്തിലെത്തി നിൽക്കുന്നവരാണെങ്കിൽ അറിവില്ലാത്തതുകൊണ്ടല്ലേ അവർ കുറച്ചുകൂടെ കൊടുത്തേന്ന് പറയും. അവരറിവില്ലാത്തതുകൊണ്ടല്ലേ അവർക്ക് കുറച്ചുകൂടെ മനസ്ഥിതി ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു അറിവ് ആത്മബോധത്തിൽ കൂടി നമുക്ക് ഉണ്ടാവണം. മനസ്ഥിതിയൊക്കെ പരിശോധിക്കുന്ന ഒരു അറിവ് ആത്മബോധത്തിൽ കൂടി നമുക്ക് ഉണ്ടാകും. അവിടെയാണ് നമുക്ക് പൂർണ്ണത ഉണ്ടാകുന്നത്. പൂർണ്ണമായ അറിവ് അത് പൂർണ്ണാത്മാവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. പൂർണ്ണമായ അറിവ് അത് പൂർണ്ണാത്മാവിൽ നിന്ന് മാത്രം ലഭിക്കുന്നത്. പൂർണ്ണാത്മാവാണ് പരമാത്മാവ് എന്ന പരമസത്യം. പൂർണ്ണാത്മാവാണ് പരമാത്മാവ് എന്ന പരമസത്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ആരാധിച്ചാനന്ദിക്കാം.
തെളിയിപ്പാൻ വാഴുന്നുണ്ട്. പരിശുദ്ധ ജ്ഞാനങ്ങളാൽ പരലോകം തെളിയിപ്പാൻ വാഴുന്നുണ്ട്. പരിശുദ്ധ ജ്ഞാനങ്ങളാൽ പരലോക രാജ്യമതിൽ പരന്മാരോടൊത്തു ചേർന്ന ആനന്ദിപ്പാൻ. പരലോക രാജ്യമതിൽ പരന്മാരോടൊത്തു ചേർന്ന ആനന്ദിപ്പാൻ. പരലോക രാജ്യമതിൽ പരന്മാരോടൊത്തു ചേർന്ന ആനന്ദിപ്പാൻ. പരലോക രാജ്യമതിൽ പരന്മാരോടൊത്തു ചേർന്ന് ആനന്ദിപ്പാൻ. ആരാധിച്ചാനന്ദിക്കാം നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. അപ്പോൾ സമ്പൂർണമായ മോക്ഷം ആത്മാവ് കൊണ്ട് ആത്മാവ് തന്നെ അറിയുന്ന വ്യവസ്ഥ, സമ്പൂർണമായ മോക്ഷം ആത്മാവ് കൊണ്ട് ആത്മാവ് തന്നെ അറിയുന്ന വ്യവസ്ഥ, ഇഹലോകത്തിൽ വെച്ച് പരലോകത്തെ അനുഭവിക്കുന്ന വ്യവസ്ഥ, ഇഹലോകത്തിൽ വെച്ച് പരലോകത്തെ അനുഭവിക്കുന്ന വ്യവസ്ഥ, ഇഹലോകത്തിൽ വെച്ച് പരമാനന്ദം അനുഭവിക്കുന്ന അവസ്ഥ, ഇഹലോകത്തിൽ വെച്ച് പരമാനന്ദം അനുഭവിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഈശ്വരൻ തന്നെ പ്രത്യക്ഷമായി നിന്ന് ആത്മാവിലേക്ക് ദാനം ചെയ്യുകയാണ്. ഇതെല്ലാം ഈശ്വരൻ തന്നെ പ്രത്യക്ഷമായി നിന്ന് ആത്മാവിലേക്ക് ദാനം ചെയ്യും. കഴിഞ്ഞ ഒരു ആരാധനയിൽ ഞാൻ അറിയിച്ചതുപോലെ ഈ ഒരു ആരാധനയ്ക്ക് വേണ്ടി കൽപ്പിച്ചതുപോലെ ശബ്ദങ്ങൾ ഓരോന്നും ബ്രഹ്മവിത്താണ്. ഈ ശബ്ദങ്ങൾ ഓരോന്നും ബ്രഹ്മവിത്താണ്. അതിനെ സ്വീകരിച്ച് ഫലഭൂയിഷ്ടമായ ഒരു അവസ്ഥയിൽ നിലനിർത്തി വളർത്തിയെടുക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം. അതിനെ സ്വീകരിച്ച് ഫലഭൂയിഷ്ടമായ ഒരു അവസ്ഥയിൽ നിലനിർത്തി വളർത്തിയെടുക്കുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം. ആ പരിശ്രമത്തിലാണ് നിങ്ങളുടെ നിയമജീവിതം പൂർത്തീകരിക്കപ്പെടുന്നത്. ആ പരിശ്രമത്തിലാണ് നമ്മുടെ നിയമജീവിതം പൂർത്തീകരിക്കുന്നത്. നിയമജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് തന്നെ പരമപ്രകാശമാണ്. ആ നിയമജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത് തന്നെ നാമം ഗുരുവാകുന്നു, നിയമം വിളക്കാകുന്നു. നാമം ഗുരുവാകുന്നു, നിയമം അപ്പൊ നിയമം പാലിക്കുമ്പോൾ പ്രകാശം ഉണ്ടാകും. നിയമം പാലിക്കുമ്പോൾ പ്രകാശം ഉണ്ടാകുമ്പോൾ ഉള്ളിലിരിക്കുന്ന നാമത്തെ അല്ലെങ്കിൽ ഗുരുവിനെ അറിയുകയാണ്. പ്രകാശം ഉണ്ടാകുമ്പോൾ ഉള്ളിലിരിക്കുന്ന നാമത്തെ അല്ലെങ്കിൽ ഗുരുവിനെ അറിയുക. ആ അറിവാണ് നമ്മളിൽ ആനന്ദം ഉണ്ടാക്കുന്നത്. ആ അറിവാണ് നമ്മളിൽ ആനന്ദം ഉണ്ടാക്കുന്നത്. ആ ആത്മാവിന്റെ ഉടമസ്ഥൻ എന്റെ ആത്മാവിൽ ആത്മാവായി വാഴുന്നുവെന്ന് സത്യം ആത്മാവ് തിരിച്ചറിയുമ്പോൾ ആത്മാവിന്റെ ഉടമസ്ഥൻ എന്റെ ആത്മാവിൽ ആത്മാവായി വാഴുന്നുവെന്ന പരമസത്യം ആത്മാവ് തിരിച്ചറിയും. അവിടെ ആത്മാവും പരമാത്മാവും കൂടെ ഒന്നായി ചേർന്ന് ആനന്ദിക്കുകയാണ്. ആത്മാവും പരമാത്മാവും കൂടി ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും, ആനന്ദം നിത്യാനന്ദം ആത്മാവിലെന്നും. ആത്മപ്രകാശത്തിൽ കൂടി ആത്മാവിൽ കണ്ടു കഴിയുമ്പോൾ പിന്നെ ആനന്ദം മാത്രമേ ഉള്ളൂ. ഗുരുവിന്റെ തിരുരൂപത്തെ ആത്മപ്രകാശത്തിൽ കൂടി ആത്മാവിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരമാനന്ദം മാത്രമേ ഉള്ളൂ. ആ ആനന്ദം നിത്യവും അനുഭവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആനന്ദം നിത്യവും അനുഭവിക്കുവാൻ ഈശ്വരൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നടത്തപ്പെട്ട ജന്മനക്ഷത്ര മഹോത്സവം
നടത്തപ്പെട്ട ജന്മനക്ഷത്ര മഹോത്സവം, അതിന്റെ മഹനീയത, അതിന്റെ മഹത്വം, ഓ അതിന്റെ ആനന്ദ പരിപൂർണത ഒക്കെ വർണ്ണനാതീതമാണ്. വിശേഷിച്ച് 3 ദിവസവും ഇവിടെ കഴിഞ്ഞ് ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുത്ത എന്റെ ഓമന മിത്രങ്ങൾ അനുഭവിച്ച പരമാനന്ദം, ശേഷിച്ച് 3 ദിവസം ഇവിടെ കഴിഞ്ഞ് ജന്മനക്ഷത്ര സ്തുതിയിൽ പങ്കെടുത്ത ഭഗവാന്റെ ഓമന മിത്രങ്ങളുടെ പരമാനന്ദം, അത് ആ സ്തുതി സമർപ്പണ സമയത്ത് വിട്ടുപിരിയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു എല്ലാവരും നിലകൊണ്ടത്. സമർപ്പണ സമയത്ത് വിട്ടുപിരിയാൻ കഴിയാത്ത ഒരു നിലയിലായിരുന്നു എല്ലാവരും. സമർപ്പിക്കുവാൻ എനിക്ക് മനസ്സ് പോരാ, സമർപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹവുമില്ല. സമർപ്പിക്കണമെന്ന് ഭഗവാനും തിരുമനസ് പോരാ, സമർപ്പിക്കണമെന്ന് ഭക്തജനങ്ങൾക്കും ആഗ്രഹമില്ല. അവിടെ നിന്ന് സമർപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ വരെയുണ്ട്. സമർപ്പിക്കണമെന്ന് കൽപ്പിച്ച് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ. അത്രത്തോളം ആർത്തിയും ആവേശവും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ പരമാനന്ദത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ലോകം, ദേഹം ഇതെല്ലാം മറന്നു പോവുകയാണ്. ആ ആനന്ദത്തിലേക്ക് ലയിക്കുമ്പോൾ ഇതെല്ലാം സ്വയം മറന്നു പോവുകയാണ്. ആ ഓരോരുത്തരുടെയും ഭവനങ്ങളിൽ ഇന്ന് ഈശ്വരന്റെ കാരുണ്യത്താൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ സ്വന്തമായി വാഹനമുള്ളവരുണ്ട്, ആ വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉള്ളവരുണ്ട്. എന്നാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് എന്റെ ഗുരുവിന്റെ അറിവിനെ അനുസരിക്കണമെന്നുള്ള ഒറ്റ ചിന്തയോടുകൂടി, എന്റെ ഗുരുവിന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടത് എന്റെ കടമയാണെന്നുള്ള തീരുമാനത്തോടുകൂടി വന്നു ചേർന്ന് ഇതിലെല്ലാം ബന്ധപ്പെട്ട് ഇവിടെ കഴിയുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ആനന്ദമാത്മാവിൽ അനുഭവമാകുന്നത് കൊണ്ടാണ്. വീണ്ടും വീണ്ടും ഈ ആനന്ദത്തിൽ വളരുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ ഉന്നതമായ ജന്മനക്ഷത്ര മഹോത്സവങ്ങൾ കടന്നു വരികയാണ്. ഏപ്രിൽ മാസം 10-ാം തീയതി പൂരാടൻ ജന്മനക്ഷത്ര മഹോത്സവമാണ്. 18-ാം തീയതി ആദർശ കൊടിയേറ്റ് ദിനമാണ്. അവിടെ മുതൽ 10 ദിവസം ഉന്നതമായ മഹോത്സവമാണ് നടക്കാൻ പോകുന്നത്. കലിയുഗ ഖഡ്ഗി തിരുവതാരമായി വന്ന അവതാര സുദിനം ഘോഷിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. തിരുവതാര സുദിനമിതാ ആഗതമായി സഹോദരരെ. തിരുവതാര സുദിനമിതാ ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി തിരുവതാര സുദിനമിതാ ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്നേവരും ഒരുങ്ങുക. മനോത്സവമായി മഹോത്സവം നടത്തപ്പെടട്ടെ. അതുപോലെ 17 സംവത്സരക്കാലം അത്ഭുതങ്ങളോടുകൂടി വാണിരുന്ന ആത്മലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച് ആനന്ദിപ്പിച്ച 17 വർഷക്കാലം കരുണയോടുകൂടി വാണിരുന്നുകൊണ്ട് ആത്മലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ച ആനന്ദിപ്പിച്ച ആ ഉന്നതമാകുന്ന ദിവ്യദേഹം നമ്മളെ വിട്ടുപോയ ദിനമാണ് മാർച്ച് മാസം 21-ാം തീയതി. അന്ന് സമാധി ദിനാചരണമായിട്ടാണ് നടത്തുന്നത്. അന്ന് ദുഃഖദിനമാണ്. ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച്, ആഹ്ലാദമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, വിനോദവൃത്തികളിൽ ഏർപ്പെടുന്നതൊക്കെ ഒഴിവാക്കി, എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മൊബൈലിൽ നിന്ന് ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾ
പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈലിൽ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾ നമ്മളിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കാര്യവും കാണിക്കുന്ന രീതിയിലാണ് ഓരോന്നും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ എങ്ങനെയെങ്കിലും ഒരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് കാര്യവും കാണിക്കുന്ന രീതിയിലാണ് ഓരോന്നും അത് വന്നത്. സഭ്യമായതും അസഭ്യമായതും കോമാളിത്തരങ്ങളും എല്ലാം ഉണ്ട്. അത് സഭ്യമായതും അസഭ്യമായതും കോമാളിത്തരങ്ങളായതും എല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ നിയമ ദിവസങ്ങളിൽ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കാനോ ശ്രദ്ധിക്കാനോ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നിയമ ദിവസങ്ങളിൽ എടുത്ത് നമ്മൾ ഉപയോഗിക്കാനോ ശ്രദ്ധിക്കാനോ പാടില്ല. സാധാരണ ദിവസങ്ങളിൽ തന്നെ നമുക്കതൊന്നും ആവശ്യമുള്ള കാര്യമേ അല്ല. സാധാരണ ദിവസങ്ങളിൽ തന്നെ നമുക്കതൊന്നും ആവശ്യമുള്ള എങ്കിലും വളരെ ശക്തമായി ഞാൻ പറയുകയാണ്, ഈ നിയമ ദിവസങ്ങളിൽ ഒരു കാരണവശാലും ഇതൊന്നും ആരും ഉപയോഗിക്കരുത്. എങ്കിലും വളരെ ശക്തമായി കൽപ്പിക്കുകയാണ്, ഈ നിയമ ദിവസങ്ങളിൽ ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ ആരും ഉപയോഗിക്കരുത്. അങ്ങനെയുള്ള ആഹ്ലാദമല്ല നമുക്ക് ആ ദിവസം വേണ്ടത്. അങ്ങനെയുള്ള ആഹ്ലാദമല്ല ആ ദിവസം നമുക്ക് വേണ്ടത്. നന്ദിയോടും ഭക്തിയോടുമുള്ള ഗുരുസ്മരണയാണ് ആവശ്യം. നന്ദിയോടും ഭക്തിയോടും കൂടിയുള്ള ഗുരുസ്മരണ. എന്റെ ഗുരുനാഥൻ എന്തെല്ലാം ത്യാഗം സഹിച്ചാണ് ഓരോ ദേഹങ്ങളിലും ആണിരുന്ന് എന്നെ രക്ഷിച്ചത്. ഗുരുനാഥൻ എന്തെല്ലാം ത്യാഗം സഹിച്ചാണ് ഓരോ ദിവ്യദേഹങ്ങളിലും ആണിരുന്ന് എന്നെ രക്ഷിച്ചത്. ആ ചിന്തയോടും ഓർമ്മയോടും കൂടി, ആ ചിന്തയോടും ഓർമ്മയോടും കൂടി ഒരു നേരത്തെ അരിയാഹാരത്തോടുകൂടി ഒരു നേരത്തെ അരിയാഹാരത്തോടും വ്രതമനുഷ്ഠിക്കുക, ആരാധനകൾ നടത്തുക, ഭക്തിയായി ആ ദിനം ആചരിക്കുക. മഹാശക്തിയുടെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ ശാഖാശ്രമ വാർഷികങ്ങളൊക്കെ അടുത്തു വരികയാണ്. ഇപ്പൊ ഒരു ഷീറ്റ് പേപ്പർ നിറച്ചാണ് ശാഖാശ്രമങ്ങളുടെ പേരെഴുതി വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ശാഖാശ്രമങ്ങളും ജഗദീശ്വര കാരുണ്യത്താൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാദം ചവിട്ടി നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇടമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇതെല്ലാം വർദ്ധിച്ചു വളർത്തിത്തരുന്നത് ആരാണ്? മാറ്റമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, പരമഗുരുവരൻ വാണിടുന്നു. ആനന്ദശക്തി, അമാനുഷിക ശക്തി, അത്ഭുത ശക്തി, ശുഭാനന്ദ തപോശക്തി പ്രത്യക്ഷമായി നിന്നുകൊണ്ട് നടത്തുന്നതിന്റെ ഫലമാണ് ലോകവ്യാപകമായ ആദർശം വളർത്തപ്പെടുന്നത്. ഇതെല്ലാം നന്ദിയോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ഓർക്കുകയും ഈ കർമ്മങ്ങളിലൊക്കെ പോയി ബന്ധപ്പെടുകയും ചെയ്യുക. വ്യക്തിപരമായ താല്പര്യങ്ങളല്ല ഇതിൽ വേണ്ടത്. എന്റെ ഭഗവാൻ എന്റെ പ്രദേശത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നു, അവിടെ അതിന്റെ ഇത്രാമത് വാർഷികം നടക്കുന്നു. എത്രത്തോളം സന്താനങ്ങളെ അവിടെ എത്തിക്കാൻ കഴിയും അത്രത്തോളം എത്തിക്കുക. അങ്ങനെയുള്ള ചിന്തയോടുകൂടി വേണം ഓരോരുത്തരും പ്രവർത്തിക്കുവാൻ. ഇപ്പൊ ഒരാളിന് സാധാരണ എല്ലാത്തിനും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളിന് ഒരു പ്രാവശ്യം പോകാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ. അപ്പോ അടുത്തുള്ള പല ആളുകളെയും അറിയിച്ച് ആ കർമ്മത്തിന് കൂടുതൽ ഉത്സാഹം കൊടുത്തയക്കുവാൻ പറ്റും. അങ്ങനെ പരസ്പരം പറഞ്ഞും അറിയിച്ചും ഈ കർമ്മങ്ങളിലെല്ലാം ബന്ധപ്പെടുവാൻ ഞാൻ ഈ അവസരം അറിയിക്കുകയാണ്. അപ്രകാരം ഇപ്പോൾ നമ്മുടെ കന്യാകുമാരി അമ്പാടി ശാഖാശ്രമത്തിന്റെ നീലക്കാർ വർണ്ണനെ പ്രതിഷ്ഠിച്ച് വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് അവിടുത്തെ സമാപന ദിവസം. അത് കഴിഞ്ഞ് 4-ാം തീയതി പാലക്കാട് ശാഖാശ്രമ വാർഷികമാണ്. 14-ാം തീയതി ഗൂഡല്ലൂർ ശാഖാശ്രമ വാർഷികമാണ്. 31-ാം തീയതി നിലമ്പൂര്, മുണ്ടിയരുമ, കുന്നം എന്നീ ശാഖാശ്രമങ്ങളുടെ വാർഷികമാണ്. അത് കഴിഞ്ഞാൽ ഏപ്രിൽ മാസം 1-ാം തീയതി ശാസ്താംകോട്ട ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. അത് കഴിഞ്ഞ 3-ാം തീയതി വയനാട് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 4-ാം തീയതി അടൂർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 7-ാം തീയതി കാസർഗോഡ് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 8-ാം തീയതി കവിയൂർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 13-ാം തീയതി ആലപ്പുഴ വടക്കനാരിയാട് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. ഇതെല്ലാം ഉന്നതമായി നടക്കണമെന്ന് ആഗ്രഹമുള്ള എന്റെ സന്താനങ്ങളൊന്ന് കൈയുയർത്തി കണ്ടാക്കണം.
എല്ലാവരും അവരവരാൽ കഴിയും വിധം അവിടെ എല്ലാം പോയി സഹകരിക്കുക. അവരവരാൽ കഴിയുന്നതും എല്ലാവരും അവരോടെല്ലാം പോയി ഈ സഹകരിക്കുക. ഇരിക്കുന്ന എല്ലാവർക്കും എല്ലായിടത്തും പോകാൻ പറ്റുന്നവരല്ല. ഇരിക്കുന്ന എല്ലാവർക്കും എല്ലായിടത്തും പോകാൻ പറ്റും. കാരണം ഈ പറഞ്ഞതിൽ കന്യാകുമാരി ജില്ലയിലുള്ള 2 സ്ഥാപനങ്ങളുണ്ട്. പറഞ്ഞതിൽ കന്യാകുമാരി ജില്ലയിലുള്ള 2 സ്ഥാപനങ്ങളുണ്ട്. കന്യാകുമാരി ജില്ല ഒന്ന് നീലഗിരിയാണ്. കന്യാകുമാരി ജില്ല ഒന്ന് നീലഗിരിയാണ്. രണ്ടും തമിഴ്നാടിന്റെ ഭാഗമാണ്. രണ്ടും തമിഴ്നാടിന്റെ ഭാഗമാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് അത്രയും ദൂരെയൊക്കെ പോകാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് അത്രയും ദൂരമൊക്കെ പോകാൻ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ ഒത്തുചേർന്നൊരു വാഹനം ഇടപാട് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ആ വിധത്തിൽ ആത്മാക്കൾ ഒത്തുചേർന്ന് പാലക്കാട്ടേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഇവിടെ നിന്നും വാഹനം അതിനുവേണ്ടി പോകുന്നുണ്ട് 3-ാം തീയതി രാത്രി. അപ്പൊ ഇതെല്ലാം ആത്മാക്കളുടെ ഉത്സാഹം അനുസരിച്ച് ഇതെല്ലാം ഒരുങ്ങുമ്പോൾ വേണ്ടതൊക്കെ പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ദാനം ചെയ്യും. അതാണ് ഇന്നുവരെയും നമുക്കുള്ള അനുഭവം. അങ്ങനെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചു കേട്ടാക്കണം. അപ്പോ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഈശ്വരൻ തന്റെ നിഷ്കളങ്ക ഹൃദയത്തെ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപനങ്ങളും ആത്മാക്കളെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ടാണ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഞാൻ തീരുമാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ധീരയോദ്ധാക്കളായി നിന്ന് പ്രവർത്തിച്ചെങ്കിലേ മതിയാവുകയുള്ളൂ. ചുരികയും പരിചയും ഒന്നും വേണ്ട. തൃക്കൈയിലുണ്ടല്ലോ സുദർശനവും. നല്ല ദർശനങ്ങളെ, നല്ല അനുഭവങ്ങളെ, നല്ല അറിവുകളെ കൈമുതലാക്കിക്കൊണ്ട് ഖഡ്ഗായുധം ധരിച്ചുകൊള്ളുക. അജ്ഞാനമെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള ധീരത നിങ്ങളിൽ ഉണ്ടാകും. അതിനായി നിയമം പാലിച്ചുകൊണ്ട് അറിവുകൾ സ്വീകരിക്കുക. അറിവാകുന്ന പരമഗുരു നിങ്ങളിലെല്ലാം കളിയാടി വാഴുമാറാകട്ടെ. ഇന്നേ ദിവസം അർപ്പിക്കപ്പെട്ട എല്ലാ നേർച്ചകളെയും നേർച്ചക്കാരെയും ഞാനിതാ സ്വീകരിക്കുകയാണ്. ആത്മശാന്തിക്കായി അർപ്പിച്ച നേർച്ചകളുണ്ട്. രോഗശാന്തിക്കായി അർപ്പിച്ചതുണ്ട്. പാപശാന്തിക്കായി അർപ്പിച്ചതുണ്ട്. ഭൂതശാന്തിക്കായി അർപ്പിച്ചതുണ്ട്. അപ്രകാരം അർപ്പിക്കപ്പെട്ടതെല്ലാം ഞാനിതാ സ്വീകരിക്കുന്നു. നിങ്ങളെല്ലാം ആളാം പ്രതി ദർശിക്കുകയാണ്. ഓ നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഈശ്വരനാൽ നടത്തപ്പെടുന്ന ഈ ആരാധനയിൽ കൂടി ജ്ഞാനാഭിഷിക്തരായിരിക്കുന്ന നിങ്ങളെ ഒരു കാരണവശാലും ഒരു അജ്ഞാന ശക്തികൾക്കും തൊട്ടു നോക്കാൻ പോലും കഴിയുകയില്ല. പക്ഷേ നിങ്ങളായിട്ടൊന്നും തുറന്നു വെച്ചു കൊടുക്കരുത്. ഈ ജലത്തിൽ കൂടി വഞ്ചി പോകുന്നത് പോലെ ഈ മായയാകുന്ന സമുദ്രത്തിൽ കൂടി ഈ ശരീരമാകുന്ന തോണിയിലാണ് നിങ്ങളുടെ യാത്രയെ നിങ്ങൾ ഓർത്തുകൊള്ളുക. അത് അവിടെ ഇവിടെയും കൊണ്ടുവന്ന് ഇടിച്ച് പരിക്കേൽപ്പിച്ചാൽ അതിലേക്ക് ജലം കയറുകയും അബദ്ധമാവുകയും ചെയ്യും. അങ്ങനെ തട്ടാതെയും മുട്ടാതെയും ആരോടും പിണങ്ങാതെയും ഒക്കെ പോകാനുള്ള ഒരു പ്രത്യേക കഴിവ് ആ അറിവിൽ കൂടി സ്വീകരിച്ച് ധീരന്മാരായി ലോകത്ത് ജീവിക്കുവാൻ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ വിധത്തിലുള്ള പരിപൂർണമായ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രാപ്തി നിങ്ങളിൽ വരുവാൻ വേണ്ടിയാണ് ഈ ആരാധനയിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹം നിങ്ങൾ ഫലവത്താകുമാറാകട്ടെ. ഉന്നതമായ മഹാഭാഗ്യത്തിൽ എത്തുമാറാകട്ടെ. ഇന്നേ ദിവസവും ഈ സത്യത്തെ സ്വീകരിച്ച് ആദർശത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്ന ഓമന മിത്രങ്ങളെ ഉന്നതരായി വളർന്ന് സത്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമാകുന്ന മഹാഗോപുരം അതിലെല്ലാ
പൂർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. അതിന്റെ എല്ലാ ചൈതന്യത്തോടും കൂടി പൂർത്തീകരിക്കപ്പെടുവാൻ നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. മഹാതൃക്കരങ്ങളാൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തി തരുവാൻ യാചിച്ചു പ്രാർത്ഥിക്കാം. മഹാതൃക്കരങ്ങളാൽ അതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തി തരുവാൻ യാചിച്ചു പ്രാർത്ഥിക്കാം. ഉന്നതനാകുന്ന ദൈവം ആ മഹാതിരുഹൃദയത്തെ പ്രകാശിപ്പിക്കുവാനായി ആത്മദീപമായി നിലനിർത്തിയിരിക്കുന്ന ആ അദ്ഭുത ജന്മത്തെ ഐരാരോഗ്യത്തോടുകൂടി കരുതണമേ എന്ന് നമുക്ക് ഉറ്റു പ്രാർത്ഥിക്കാം. അതുപോലെ അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്കേറെ മനസ്താപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഈ യുദ്ധക്കെടുതികൾ അതിനൊരു അറുതി വരുത്തുവാൻ വേണ്ടി ഈ ആരാധനയുടെ ആരംഭത്തിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. വീണ്ടും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയായി ഇതിനൊരു ശമനം ഉണ്ടാകുന്നത് വരെ ഈ പ്രാർത്ഥന നിലനിൽക്കട്ടെ. ആ എല്ലാ യുദ്ധങ്ങളും ഒടുങ്ങി ശാന്തമായ ഒരു അന്തരീക്ഷ ലോകത്തിൽ നിലനിൽക്കട്ടെ. ശാന്തിയും സമാധാനവും ഈശ്വരന്റെ തിരുഹൃദയത്തിൽ നിന്നും ലോകത്തിലേക്ക് നിലനിർത്തുമാറാകട്ടെ. അതിനുവേണ്ടി മഹാശക്തി കരുണയുരിയട്ടെ. ആ കാരുണ്യത്തിൽ കൂടി വളരുന്ന നിങ്ങൾ ഓരോരുത്തരും ആ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ് സത്യനിയമാദികളെ പാലിച്ച് ഉത്തമമായ ഗൃഹസ്ഥാശ്രമ നിയമങ്ങളെ കൈകാര്യം